ഇപ്പോൾ ജോഹാൻ ജോസഫ് ജോഹാൻ്റെ ഈ കഴിഞ്ഞ സ്കൂളുകളിലെ എങ്ങനെയായിരുന്നു അവൻ്റെ പെർഫോമൻസ്? ഇതുപോലെ തന്നെ ആയിരുന്നു. പഠിക്കുന്ന കാര്യത്തിന് തീരെ പുറകോട്ടാ. വേറെ ഒരു കുഴപ്പമില്ല. ആൾക്ക് വളരെ പൊളൈറ്റാണ്, ആള് ജെന്റിലാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ഒരു 1ാം ക്ലാസ് മുതൽ ഇപ്പോൾ 6ാം ക്ലാസ് വരെ സ്കൂളിലായിരുന്നു. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പിന്നോക്കാവസ്ഥയായപ്പോൾ എന്തെങ്കിലും കെയർ കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ പഠിക്കാൻ കുറവുള്ള ഈ കുട്ടി അപ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് ഉള്ള ഒരു നമുക്കൊരു ബലമായ ഒരു അവന് പഠിക്കാൻ മടിയായിട്ടാണ് നമ്മുടെ ചിന്ത വരുന്നത്. കുട്ടിക്ക് പഠിക്കാൻ മടിയായി, അവനൊരു കുഴപ്പമില്ലല്ലോ, അവനത് പഠിക്കാൻ മനസ്സ് വെക്കാഞ്ഞിട്ടാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ സ്കൂളുകളിലായാലും അതെ, ടീച്ചേഴ്സ് നമുക്കറിയാലോ ഈ പഠനം അവൻ മനസ്സ് വയ്ക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവൻ പഠിച്ചാൽ കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിർമ്മല NEIC നാം എയർലി ഇൻ്റർവെൻഷൻ സെൻ്റർ എന്നാണ്. ഇത് ആക്ച്വലി LP UP സ്കൂൾ, LP-കാർക്കാണ്, പക്ഷേ നമ്മൾ UP-കാരെയും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഒറ്റക്കുടക്കീഴിൽ നമുക്കറിയാം ഇതുപോലുള്ള ഈ ടെസ്റ്റും മറ്റ് കാര്യങ്ങൾ നടത്തണമെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ പല ഹോസ്പിറ്റലുകളിൽ പോകണം. അതുകൊണ്ട് നിർമ്മല സ്കൂളിൽ തന്നെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അവർ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ഉണ്ട്, അവരാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനിലൂടെ നമ്മൾ പോയല്ലോ. അപ്പോൾ അന്നേരം എന്താണ് നമുക്ക് അനുഭവപ്പെട്ടത്? വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മള് ചെയ്തൊക്കെ. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി പോയി അല്ലേ? ക്ലിനിക്കൽ സൈക്കോളജി പോയപ്പോൾ അന്നേരം അവിടുന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട്. IQ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഓഡിയോളജി പോയി അല്ലേ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മെയിനായിട്ട് എന്താണ് ഒന്ന് പഠന വൈകല്യവാന് ടെസ്റ്റ് ചെയ്യണം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാമ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെയാണ്. ഏത് ഏരിയയിലാണ് ഈ കുട്ടിക്ക് കുറവ്, അത് കണ്ടെത്തിയിട്ട് അതിനെ ഇനി പരിഹരിക്കണം. അതിനാണ് നമ്മുടെ ഇവിടെ MCS ഹോസ്പിറ്റലിനോട് ചേർന്ന് നമ്മളൊരു എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ട് അപ്പോൾ ആ സെൻറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്ലാസ് റൂം ഇൻ്റർവെൻഷനിൽ ടീച്ചേഴ്സിന് അങ്ങനെ കെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തെറാപ്പി, ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി അവനെ നമുക്ക് ബെറ്ററാക്കി എടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ.